ഹലോ, അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുഞ്ഞു ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ലക്കി ബാമ്പു ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ഈ ലക്കി ബാമ്പു എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ലക്കി ബാമ്പു എന്ന് പറയുന്നത്. അപ്പം ലക്കി ബാമ്പു എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ലക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യം തരുന്ന ഒരു ചെടിയാണിത് കേട്ടോ. ബാമ്പു എന്ന് പറയുന്നത് അത് മുള പോലാണ് ഇരിക്കുന്ന അതിൻ്റെ തണ്ടൊക്കെ, അതുകൊണ്ടാണ് അതിന് ലക്കി ബാമ്പു എന്ന് പേര് വന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഇതൊരു വാസ്തുപ്രകാരം ഒരു ഫെങ്ഷുയി എന്ന് പറയുന്ന ഒരു വാസ്തുപ്രകാരമാണ് ഇതിൻ്റെ ഒരു ഉറവിടം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു വിശ്വാസം അനുസരിച്ചാണ് ഈ ലക്കി ബാമ്പുവിൻ്റെ ഇത് വരുന്നത് കേട്ടോ. അതായത് ഇത് വീട്ടിൽ സൂക്ഷിച്ചാൽ നമുക്കിത് വളർത്തുന്നതുകൊണ്ടുള്ള ഉപയോഗങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് സമ്പത്ത് വരും, അതുപോലെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി വീട്ടിനുള്ളിൽ വരും, നമുക്ക് നല്ല ഐശ്വര്യം വരും, ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തും എന്നൊക്കെയാണ് ഇത് വീട്ടിൽ നട്ട് വളർത്തിയാലുള്ള ബെനിഫിറ്റ്സ് ആൾക്കാർ പറയുന്നത് കേട്ടോ. ആൾക്കാർ പറയുന്നത് ചുമ്മാ പറയുന്നതല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ ഫെങ്ഷുയി എന്ന് പറഞ്ഞൊരു വാസ്തുശാസ്ത്രപ്രകാരമാണ് ഇതിൻ്റെ ആ ബെനിഫിറ്റ്സ് അവർ പറയുന്നത് കേട്ടോ, മെയിനായിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചിലപ്പം തോന്നാറുണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ പല ചെടികളും കുറച്ച് ബെനിഫിറ്റ്സൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. അതായത് എല്ലാ ചെടികൾക്കും അതിൻ്റേതായുള്ള ഗുണങ്ങൾ കാണും. അപ്പം ഞാൻ പറയാൻ വന്നതെന്താ വെച്ചാൽ, നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് ഓരോന്നും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലക്കി ബാമ്പുവിനെ നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരും, അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടും എന്നൊക്കെ നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ്. അപ്പോൾ ഈ ചുമ്മാ നമ്മളിത് ചെയ്താൽ വരത്തില്ല കേട്ടോ. ഇതിനെ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാലിക്കണം. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഈ ലക്കി ബാമ്പു എൻ്റെ വീട്ടിൽ ചെറിയൊരു തണ്ടായിരുന്നു ആദ്യമേ കൊണ്ടുവന്നത് കേട്ടോ. അതിനെ നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഒന്നും ഉള്ളിടത്ത് കൊണ്ട് വെക്കരുത് കേട്ടോ. കുറച്ച് സൂര്യപ്രകാശം മതി. അതായത് ഞാനിവിടെ വെച്ചിരിക്കുന്നത് വീടിൻ്റെ സൈഡിലോട്ട് ചേർന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വെയിലൊന്നും ഏൽക്കത്തില്ല കേട്ടോ. പിന്നെ ദിവസവും വെള്ളം ഒഴിക്കാറുണ്ട്. ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കേണ്ട കേട്ടോ, ആവശ്യത്തിന് മാത്രം മതി. പിന്നെ ഇത് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റും കേട്ടോ. വീടിൻ്റെ അകത്ത് നമുക്ക് ലക്കി ബാമ്പുവിനെ മനോഹരമായിട്ട് നമുക്ക് ഇതാക്കി വെക്കാൻ പറ്റും. അതായത് ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചെടിച്ചട്ടിക്കകത്ത്, ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ചെടിച്ചട്ടി കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല സ്റ്റോൺസ് ഒക്കെ ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ മണ്ണിൻ്റെ അകത്തും വെക്കാൻ പറ്റും കേട്ടോ. രണ്ട് രീതിയിലാണ് ലക്കി ബാമ്പു വെക്കാൻ പറ്റുന്നത് മെയിനായിട്ട്. അതും ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ വെക്കുന്നെങ്കിൽ നമ്മൾ ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് തന്നെ, ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ വെള്ളം മാറണം കേട്ടോ. ഡെയിലി വെള്ളം മാറണമെന്നല്ല പറയുന്നത്, ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് വെള്ളം മാറണം. പിന്നെ പല പ്ലാന്റുകളും നമുക്ക് ഇൻഡോർ വെക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ പ്ലാന്റും നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റത്തില്ല, പക്ഷേ ലക്കി ബാമ്പു നമുക്ക് ഇൻഡോർ വെക്കാം. ഡൈനിങ് ടേബിൾ, നമുക്ക് ഡൈനിങ് ഏരിയാസിൽ എന്തായാലും വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഓഫീസുകളിൽ വെക്കാൻ പറ്റും. ഇത് അലങ്കാരത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി കേട്ടോ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലേ, പോസിറ്റീവ് എനർജി. അപ്പോൾ അത് കിട്ടാനായിട്ട് ലക്കി ബാമ്പു ഹെൽപ്പ് ചെയ്യും. അപ്പം എനിക്കതുണ്ടായോ, അല്ലെങ്കിൽ സമ്പത്ത് കൂട്ടും, അല്ലെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണ്. നമ്മളിപ്പോൾ എല്ലാം ദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, വിശ്വാസം അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ ഇതിൽ ഒരു വിശ്വാസം നമ്മൾ കൊടുത്താൽ അതൊക്കെ സക്സസ് ആയിരിക്കും. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പം ഈ ലക്കി ബാമ്പുവിനെ നമ്മൾ വേണ്ട വിധം നമ്മൾ കെയർ ചെയ്താലേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കത്തില്ല, കട്ട വെയിലത്ത് കൊണ്ട് വെച്ചാൽ ചെടി കരിഞ്ഞു പോവും, ഫുള്ള് നെഗറ്റീവായിരിക്കും. അപ്പോൾ പറയരുത് നിങ്ങൾ ലക്കി ബാമ്പു വെച്ചിട്ട് എനിക്കൊന്നും നടന്നില്ല എന്ന് കേട്ടോ. അപ്പം എൻ്റെ ഇത് പറയുവാണെങ്കിൽ, അത്യാവശ്യം നമുക്ക് ഫിനാൻഷ്യലിയൊക്കെ ഗ്രോത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഫുൾ ഗ്രോത്തൊന്നും അല്ല കേട്ടോ, ഇടയ്ക്ക് താഴെ പോകും. എന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കുമ്പോഴത്തേന് നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതിപ്പോൾ ഫുൾ ക്രെഡിറ്റ് ലക്കി ബാമ്പുവിനല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പക്ഷേ അതിലൊരു പാർട്ട് ഈ ചെടിക്കും ആകാം, അതായത് ഈ ചെടി വെച്ചത് കൊണ്ടാകാം എന്ന് വിശ്വസിക്കാം.
കാരണം നമ്മുടെ വിശ്വാസമാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പം ലക്കി ബാമ്പു എന്ന് പറഞ്ഞാൽ വളരെ നല്ല പ്ലാന്റാണ്, എളുപ്പം നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ലക്കി കേട്ടോ. അപ്പം ലക്കി വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള വിശ്വാസം ശരിയാണെന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാട്ടോ. കാരണം എല്ലാം ഒരു വിശ്വാസമല്ലേ, അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആകും. എന്താണേലും നമ്മുടെ വീട്ടിൽ കുറേ ലക്കി ബാമ്പൂസ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലക്കി ബാമ്പു. അപ്പം നിങ്ങളൊന്ന് വെച്ച് നോക്ക്, ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.